കഴിഞ്ഞ ദിവസം മഴ മാറി നിന്നു എന്ന് പറഞ്ഞത് മഴയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്, രക്ഷയില്ല. മഴ കാരണം ഞാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് രാവിലെ ഒരു വെട്ടിൻ്റെ പണി കിട്ടിയെന്ന് മനസ്സിലായത്. നമ്മുടെ ഗ്യാസ് തീർന്നു. ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ദിവസങ്ങളെടുക്കും. ഉണ്ടായിരുന്ന വിറകൊക്കെ കുറേയൊക്കെ എരിച്ചിലെടുത്ത് നനഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ചുണ്ട്, എന്നാലും ഈ ദിവസം അത്ര ഓടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം ആത്മകഥയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അംഗത്തടത്തോട്ട് ഇറങ്ങി കേട്ടോ. ഗ്യാസ് ഇല്ലെങ്കിൽ എന്താ, നമുക്ക് പണികളൊക്കെ ചെയ്ത് വിട്ടല്ലേ മതി. അങ്ങനെ കട്ടനിൽ തുടക്കം. എന്തായാലും ഞാൻ ഇന്നലെ കുറച്ച് ഇടിയപ്പമൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. എന്ത് പറ്റി എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയെന്നൊന്നും അറിയില്ല. ഒരുപക്ഷെ എനിക്കൊരു ഉൾവിളി തോന്നിയതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇടിയപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ പിന്നെ രാവിലെ ആ പണി ഒന്ന് കുറഞ്ഞ് കിട്ടി. പിന്നെ കറികളാണേലും അത്യാവശ്യം എല്ലാം ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇനിയൊന്ന് റീഹീറ്റ് ചെയ്യാനുള്ള വിറകും ഇരിപ്പുണ്ട്. മതിയെന്ന് വിചാരിക്കുന്നു. എന്തായാലും ചില സമയത്തൊക്കെ എൻ്റെ പ്ലാനൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒരു പ്രീ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കരുത്, ചിലടത്ത് കേൾക്കാറില്ല. അങ്ങനെയാണല്ലോ, എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് പിന്നെ ജീവിതം ഉണ്ടോ മാഷേ. പിന്നെ കുറച്ച് നേരം കുഞ്ഞിനെ എടുത്തൊന്ന് കൊഞ്ചിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കൊഞ്ചിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊഞ്ചിക്കണുണ്ടെന്നപ്പോൾ ആദപ്പനും വന്നു കേട്ടോ. അവനും ഭയങ്കര ഇഷ്ടമാണ് ആ എബ്രൂസിനെ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ ആയിട്ട്.